ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഒരു കത്തുണ്ട്. കത്തിന്റെ കഥ കേൾക്കണം നിങ്ങൾക്ക്. കത്ത് കൊണ്ട് ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. ഞാൻ മാധ്യമത്തിന് നന്ദി പറയാൻ, കാരണം ആ കത്ത് പ്രസിദ്ധീകരിച്ചത്. ഇല്ലെങ്കിൽ അത് വ്യാജാന്ന് തെളിയിക്കാൻ ഒരുപാട് പണിയെടുക്കേണ്ടിയിരുന്നു. നിയ്യത്തനുസരിച്ച കൂലിയിട്ട് ഇത് ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്ത വകയില്ല. സമ്മേളനത്തിൽ കൊടുത്ത അതേ കത്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെന്നും പറഞ്ഞിട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ കൊണ്ട് ഞാൻ അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് പോകുന്നുണ്ടായാലും നിങ്ങളൊന്ന് കാണുക, ആ നാടകം ഒന്ന് കാണുക. ഈ കത്ത് ആദ്യമായി മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ കൊണ്ടും സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ കൊണ്ടും അറ്റസ്റ്റ് ചെയ്യിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന്റെ അവസാനം ഒപ്പിട്ടിരിക്കുന്നത് നീലമഷിയിലാണ്. ഇതവരെ കാണിച്ചു കൊടുക്കണം. നീലമഷി കൊണ്ടിട്ട ഒപ്പാണ്. നീലമഷിയിലാണോ ഒപ്പ് നോക്കിയിട്ടൊരു അറ്റസ്റ്റ് ഉണ്ടോ? മഷി നീലമഷിയാണോ ഒരു അറ്റസ്റ്റാ? അങ്ങനെ എനിക്ക് ചോദിക്കട്ടെ, ഫോട്ടോ കോപ്പി തന്നെ നീലമഷിയിലുള്ള ഫോട്ടോ കോപ്പി കിട്ടൂല ഇപ്പൊ? അപ്പൊ നീലമഷിയിലാന്ന് തന്നെ അറ്റസ്റ്റ് ആവോ? ഒന്ന്. ഇനി വേറൊന്ന്, ഇയാൾ ഒറ്റൊരു കത്തല്ലേ കാണിച്ചു പിന്നെ എന്റെ അറ്റസ്റ്റാ? അതിന്റെ പേര് മൊയ്ലിയാരെ കത്ത് കാണിക്കാന്ന, അറ്റസ്റ്റ് എന്നല്ല. അപ്പൊ ഹൈദരലി ശിഹാബ് അറ്റസ്റ്റ് കിട്ടു എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഒരു മാർക്കറ്റ് കിട്ടൂല അതിന്. കാരണം ഹൈദരലി ശിഹാബ് ഇവരെ പോലെ അല്ലല്ലോ, കുറച്ച് ഒരുപാട് അനുയായികളുള്ള ഒരു നേതാവല്ലേ. അതിന് മൂപ്പരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത കത്താന്ന് വരുത്തി തീർക്കണം. അതിനൊരു നാടക അറ്റസ്റ്റ് ചെയ്യിക്കാന്ന് പറഞ്ഞു. നീലമഷിയാണ്, ഇതായിപ്പോ എന്റെ ബഹുമാനം. നീലമഷിയാണ്. നീലമഷിയാൽ അറ്റസ്റ്റ് ആവുമോ മഷിയാരെ? ഒന്ന്. ഇയാള് പറയുന്നത് ഇന്നലെ ഇത് സംബന്ധമായി കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട്ടെ പ്രസ് ക്ലബിൽ വെച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ആ പത്രസമ്മേളനം നടന്നതോടുകൂടി ചില കേന്ദ്രങ്ങളിലൊക്കെ വലിയ പരിഭ്രാന്തിയും വേവലാതിയും തൽക്ഷണം പടർന്നു പിടിച്ചതായി അറിഞ്ഞു. ഏറ്റവും ആദ്യത്തെ ഒരു ഡോസ് എന്ന നിലയ്ക്ക് അവിടെ ഒരു കത്ത് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കത്ത് വ്യാജമാണ് എന്ന പ്രസ്താവന വരികയുണ്ടായി. ഇതാണ് കത്ത്. ഇതാണ് കത്ത് എന്നയാൾ പറഞ്ഞല്ലോ. ഇതാണ് കത്ത് എന്നയാൾ പറഞ്ഞു. ഇനി അതാണോ ഇയാൾ വായിക്കുന്ന കത്ത്? നമ്മൾ ഇനി പരിശോധിക്കണം. നമ്മൾ അറ്റസ്റ്റ് നടത്താൻ പോവാണ്. അയാൾ വായിക്കുന്ന കത്താണോ പത്രസമ്മേളനത്തിൽ കൊടുത്ത കത്ത്? ഞാൻ പറയട്ടെ, ഈ കത്ത് വിവാദം ഈ ഒറ്റ പ്രസംഗത്തോടെ നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വായിച്ച കത്തല്ല പത്രത്തിൽ കൊടുത്തത്, പത്രത്തിൽ കൊടുത്തതല്ല വായിച്ചത്. ഇനി നോക്കാം. ഇതാ തങ്ങളെ ഞാൻ അറ്റസ്റ്റിക്കാം. ഇനിയാൾ വായിച്ച കത്ത് ഇതാ അറ്റസ്റ്റ്. ഞാൻ അങ്ങനത്തെ രണ്ടും കൊടുത്തിട്ട് അറ്റസ്റ്റ്, രണ്ടും തുല്യാണെന്ന് നോക്കി. അറ്റസ്റ്റ്. ഇനി അങ്ങനെ അറ്റസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മുത്തലു സാർ കൊണ്ട് ഒരു മൊയിലാറും വേണം. സുഹൃത്തുക്കളെ, ഇതാ ഇങ്ങൾക്കും തരാം അറ്റസ്റ്റ്. അത് തന്നെയാണോ വായിക്കുന്നത്? നമ്മളൊന്ന് നോക്കുക. അയാളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു തരാം. സുഹൃത്തുക്കളെ കേട്ടോളി. ഇയാൾ പറയുന്നത് ഞാൻ 2 ആഴ്ച മുമ്പ് പോയിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. രക്ഷപ്പെടാൻ ഇനി മാർഗമില്ല. ഇല്ല, പെട്ടെന്ന് എന്തെങ്കിലും പറയാനുള്ളത്. അതുകൊണ്ട് കത്ത് ശരിയല്ല, നുണയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഇപ്പൊ ഞാൻ 2 മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയും സൈനുൽ ഉലമ അവരുടെയും സാക്ഷി നിർത്തി അറ്റസ്റ്റ് ചെയ്യിച്ചത്. കറുത്ത മഷി ഫോട്ടോ കോപ്പി അല്ല നടത്തും. ഫോട്ടോ കോപ്പിയിൽ ഒപ്പ് മാത്രം, നീലമഷി കിട്ടൂല. അങ്ങനെ ഞാൻ 2-3 ആഴ്ച മുമ്പ് അബുദാബി പോയതിന് കുറച്ച് അധ്വാനമൊക്കെ ചെയ്തു. അവസാനം കത്ത് കിട്ടി. ആ കത്താണത്. അപ്പോ അദ്ദേഹത്തിന് അബുദാബിന്ന് കിട്ടിയ കത്താന്ന് ഇപ്പൊ പറഞ്ഞല്ലേ. അബുദാബിന്ന് അധ്വാനിച്ച് കിട്ടിയില്ലായിരുന്നു. ഇയാൾ അബുദാബിന്ന് വന്നേപ്പാ ഡേറ്റ് പറയണം. അബുദാബിന്ന് വന്നേപ്പാന്ന് ഡേറ്റ് പറയണോ? ഈ കത്ത് നോക്കേ, തെറ്റിപ്പോണ്ട. 28/4/2011 ഈ കത്ത് ഇദ്ദേഹത്തിന് അയച്ചത്. ഇതിൽ പറയുന്നുണ്ട് അയാൾ അബുദാബിന്ന് വന്നേപ്പാ ഡേറ്റ് പറ. 2 ആഴ്ച മുമ്പ്, 2 ആഴ്ച 2-3 ആഴ്ച മുമ്പ് എന്ന് പറഞ്ഞു. 2-3 ആഴ്ച മുമ്പായിനോ ഈ കത്ത് കൊടുക്കുമ്പോ ഡേറ്റ് റെഡിയല്ല. ഒന്ന്. ഇയാൾ എന്തിനാ ഈ അറ്റസ്റ്റിച്ചെന്നറിയോ? കുമ്പളം കട്ടവനാന്ന് ആർക്കും പറയുന്നുണ്ടോ? അപ്പൊ 28/4/2011 ഇയാൾക്ക് കത്ത് കിട്ടിയത്. AP ഉസ്താദ് ചോദിച്ച് കത്തിന്റെ സെനത് വിവരിക്കാമോ എന്ന് ചോദിച്ചു. മാധ്യമത്തിലൊക്കെ ഉണ്ടായിരുന്നു. സെനത് വിവരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറയാണ്
ഒരു കത്തിന് സെനത് ചോദിക്കുന്ന സഫാഹത്തല്ലേ? ഇയാൾ എന്നെ സെനദിനിക്ക് തെളിവ് എന്ന് അർത്ഥം വെക്കുന്നുണ്ട്. ഇതിനെന്താ തെളിവ്? സെനത് കണ്ടില്ലേ? ഇതിനെന്താ തെളിവ്? സെനത്. അപ്പൊ തെളിവ് എന്ന് സെനദിനർത്ഥം, സെനദിന് തെളിവ് എന്നർത്ഥം. അപ്പൊ ഉസ്താദ് ചോദിച്ചത് കത്തിന് സെനദിനോ വെച്ചാൽ തെളിവുണ്ടോ? ഇതിനാ അയാൾ സഫാഹത്ത് എന്ന് പറഞ്ഞു. എന്തിനാ മുല്ലാരി സഫാഹത്ത്? എഴുത്തിന് കത്ത് ചോദിക്കുന്ന സഫാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. എഴുത്തിന് കത്ത് ചോദിക്കാൻ ആരാ? എഴുത്തിന് കത്ത് ചോദിച്ച് എഴുത്തിന് കത്ത് തരണോന്ന് ആരോ പറഞ്ഞോ? ഇനി മുസ്ലിയാരെ ഫത്തുൽ മുനോദീന കയ്യക്ഷരത്തിൽ ഒരു സാധനം എഴുതിയാൽ തന്നെ കിനായത്തേ ആവുള്ളൂ, നിയ്യത്തൻ അനുസരിച്ചേ കാര്യം നടക്കുള്ളൂ. ഇത് കയ്യക്ഷരം തന്നെയല്ല, അയാളെ കയ്യക്ഷരമല്ല, അയാളെ എഴുത്തേയല്ല, നിങ്ങൾ അച്ചടിച്ചൊരു സാധനം. അങ്ങനെ തെളിവാകല് ഇയാൾക്കൊരു സതുദ്ദേശമുള്ള മനുഷ്യനാണ് ഇയാൾ. എന്നാൽ ഇയാളെ ഖത്തറിന്ന് ഒരു ചെറുപ്പക്കാരൻ ടെലിഫോൺ ചെയ്തു. നമ്മളൊരു വിഷയത്തെ പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കല്ലോ വേണ്ടേ? അല്ലാണ്ട് നിഷേധിക്കുന്നത് ശരിയാണോ ഉസ്താദേ? അല്ല, അയാൾക്ക് അറിയുന്നത് അയാൾ പറഞ്ഞു, അത് നമ്മൾ വിശ്വസിച്ചു. അല്ല, മൂപ്പർക്ക് അറിയുന്ന ഒരു സനതാണോ ഒന്നിൽ കൂടുതൽ സനത് വന്നുകൂടാന്നുണ്ട് ഇപ്പോ? ഉള്ള സനത് ഒന്ന് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. അല്ല, ഇതേ അതറിയുന്ന അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വേറെയാണ്. അല്ല, ഞാൻ ലക്ഷങ്ങൾ മുമ്പ് വേറെ സനത് പറഞ്ഞു. അല്ല, ലക്ഷങ്ങൾ മുമ്പിൽ പറഞ്ഞതാണ് ഉസ്താദിന്റെ മുമ്പ് പറഞ്ഞതാണല്ലോ. നമുക്ക് ഏതായാലും ഒന്ന് നേരിട്ട് പോയി ഉസ്താദ് ക്ലിയർ ആക്കല്ലേ, അത് ബുദ്ധിപരം. എനിക്കതിന് ഒരു സംശയമില്ല, ആ പറഞ്ഞ രണ്ടും നുണയാണ്. അത് ഉസ്താദിന് നുണയാണെന്നുള്ള എന്താ തെളിവ്? അതിന് രണ്ട് സനതും പരസ്പരം ഭിന്നമായി. പരസ്പരം പിന്നെ ഉസ്താദ് നേരിട്ട് ചോദിക്കണ്ടോ? ഒരാളോട് ചോദിക്കാണ്ട് നമ്മൾ ഒരാളെ പിഴച്ചിട്ട് ചോദിക്കണ്ടല്ലോ. ഈ കൊടുത്ത ആളാണ് പറഞ്ഞത്, കൊടുത്ത ആളാണ് പറഞ്ഞത് എനിക്ക് ഒമ്മൂസലേയും വഴി റൗസുള്ളവരോട് കിട്ടിയതാണ്. അതൊരു സനത്. മറ്റേ മർക്കസ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ സനത്. അപ്പൊ രണ്ട് സനത് ഇല്ല, പിന്നെ ഇല്ലാതായി കൂടോ? അങ്ങനെ ഉണ്ടോ? അത് പരസ്പരം പിന്നെ വെച്ചാൽ ഉസ്താദ് വലൈക്കും അസ്സലാം. പോലെ ഉസ്താദെ. ഉസ്താദെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കല്ല. ചോദിക്കാൻ കൃതിക്കാൻ പോകാൻ സന്നദ്ധനല്ല. ആയിക്കോട്ടെ, അതിപ്പോ ക്ലിയർ ആയി. എന്നാൽ ഉസ്താദെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെളിയിക്കണ്ടേ? നിങ്ങൾ പോവാൻ തയ്യാറില്ല, പിന്നെ എന്താ തെളിയിക്കണ്ട മൂപ്പര്? ഏത് സനതാണെന്ന് അയാൾ പറയണം. അല്ല, കൊടുത്ത ആളെടുത്ത് പോകണമെന്നല്ലേ ഞാൻ പറയുന്നേ. നമുക്ക് ആ മൂപ്പരെയും കൂട്ടി പോയിക്കൂടെ? എന്നാലേ നിങ്ങൾ പോകട്ടൊക്കെ പറയണോട്ടൊക്കെ പോവാൻ ഞാനിരുന്നാൽ എനിക്ക് വേറെ പണി ഉണ്ടാവുമല്ലോ. എല്ലാം ഞാൻ അമ്പലക്കട ഉസ്താദിനെ വിളിച്ചിരുന്നു ഈ വിഷയത്തിലെ. ഹലോ, കണ്ടില്ലേ? കാന്തപുരം ഉസ്താദ് തെളിയിക്കണോ? മൂപ്പരിട്ട് പോകാൻ തയ്യാറുമില്ല, ഖസറജിന്റെ അടുത്ത് പോകാനും തയ്യാറുമില്ല. അപ്പൊ സെനത് പിന്നെ കുപ്പിയിലഹിതൻ ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഇവർക്കൊക്കെ ആര് നദവി എന്ന് പറഞ്ഞു പഠിച്ചോനെ? എന്തിനാ നമ്മള് പിന്നെ അലവിക്കുട്ടി പിന്നെ ഹുദവി അവിടെ പോയിട്ട് ഷെറിന് മറ്റേ ഹദറജിനോട് ചോദിച്ചത്? കാണാൻ പോയി. അപ്പൊ കാന്തപുരം ഉസ്താദിനെ കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ ആയിരുന്നു? അല്ലല്ല, അത് പറഞ്ഞ് കൊട്ടി ഘോഷിക്കപ്പെട്ട അനുസരിച്ച് അയാൾ പോയി. ചെന്നപ്പോ ഇയാൾക്ക് റസൂലുള്ളാഹിന്റെ എല്ലാം ബോധ്യായി. അപ്പൊ അയാൾ ഫോട്ടോ എടുത്തു. 2 കൊല്ലം മുമ്പ് വന്ന സംഭവം. മൂപ്പര് ചോദിച്ചു എന്നല്ല പറഞ്ഞു. ചോദിച്ചപ്പോ കൊടുത്തില്ല എന്നല്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബോധ്യപ്പെട്ടില്ലെങ്കിൽ കൊടുക്കണോ? ചോദിക്കണോ? അത് നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്കിയോ? അപ്പൊ മറ്റേ അമ്പലക്കട പുസ്തകം പറഞ്ഞ രേഖ ഉണ്ടെന്ന് രണ്ട് ഭിന്ന സനത് പറഞ്ഞല്ലോ. രണ്ടും ശരിയാണോ അല്ലെങ്കിൽ മൂന്നാമത്തൊന്നും ശരിയാണോ ഒക്കെ പറഞ്ഞാൽ അല്ല, സനത് 2 3 ഉസ്താദ്. അങ്ങനെയാണ് അമ്പലക്കട പുസ്തകത്തിന് ആ രേഖ ഉണ്ടെന്ന് പറഞ്ഞ വിഷയത്തില് അമ്പലക്കടത്തിന്റെ അയാളോട് ചോദിക്കും, എന്നോട് ചോദിച്ചോ. അമ്പലക്കട പുസ്തകത്തിന്റെ ഒന്നായിട്ടുള്ള ആളല്ലേ? അല്ലല്ല, എന്റെ ഒപ്പമുള്ള ആളല്ല. അപ്പൊ മൂപ്പര് ഇപ്പൊ പുറത്ത്, അമ്പലക്കട പുസ്തകം പുറത്ത്. ഇപ്പൊ അത് പുറത്താകത്തുമ്പോ എവിടേക്ക് ആയിക്കോളെ. അപ്പൊ നിങ്ങൾ കണ്ടോ, ഉത്തരം മുട്ടുമ്പോ മാറിക്കലേ. ഇത് സതുദ്ദേശപരമായിട്ടാണോ ഇയാളെ കത്തും, ഇയാളെ പോക്കും, ഇയാളെ വരവൊക്കെ? ഇത് ശരിക്കും നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞുതരാം, ഓരോന്നോരോന്നൊക്കെ പറഞ്ഞുതരാം. ഇയാൾ കത്ത് വായിക്കുമ്പോൾ സലാം വായിക്കുന്നുണ്ട്, സലാം ജില്ലയായിട്ട് വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കത്തിൽ സലാമില്ല, ഇയാൾ സലാം ജില്ലയായിട്ട് വായിക്കുന്നുണ്ട്. ഫദീലത്തു ഷെയ്ഖ് അയാൾ വായിക്കുന്നുണ്ട്, അതിൽ ഫദീലത്തു ഷെയ്ഖ് എന്നില്ല. ഉസ്താദിന്റെ പേര് പറയുമ്പോൾ ഫദീലത്ത് കൂട്ടിയിട്ടുണ്ട് അയാൾ. ഫദീലത്തു ഷെയ്ഖ് എന്നില്ല. ലി സയ്യിദിന അയാൾ വായിക്കുന്നുണ്ട്, തന്ന കത്തിൽ ലി സയ്യിദിന എന്നില്ല. നഖൂലു വബില്ലാഹി നസ്അലു അയാൾ വായിക്കുന്നുണ്ട്. ഇവിടെ പ്രസിദ്ധീകരിച്ച കത്തിൽ, മാധ്യമത്തിൽ കൊടുത്ത കത്തിൽ അതില്ല. ആദശാരത്ത് പറഞ്ഞ് വായിക്കുന്നുണ്ട്, അതില്ല. അങ്ങനെ പോയിട്ട് സുഹൃത്തുക്കളെ 2 കത്തുകൊണ്ട് പോട്ടെ. അതാ ഇയാൾ രണ്ടാമത് വായിച്ച കത്ത് 1 പേജല്ല, 1-ലധികം പേജ് തന്നെ ഉണ്ട്. മാധ്യമത്തിൽ കൊടുത്ത കത്തിന് 1 പേജേ ഉള്ളൂ. അയച്ച ദിവസം 1, അതേ കത്താണ് ഇത് നാൾ പ്രഖ്യാപിക്കുകയും ചെയ്ത്. ഇതെങ്ങനെ മുസ്ലിയാരെ സാധനം 2ഉം 2അല്ലേ? ആകയാൽ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ കത്ത് നിങ്ങൾ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച കത്തല്ല,
പത്രക്കാർക്ക് കൊടുത്ത കത്തല്ല, നിങ്ങൾ ദാറുൽ ഹുദയുടെ സ്റ്റേജിൽ വെച്ച് അയച്ച കത്ത്. അതുകൊണ്ട് ഞാൻ മധ്യസ്ഥന്മാരായിട്ട് കേരളത്തിൽ നിങ്ങളെ വിളിച്ച മുഴുവൻ പത്രക്കാരെയും വിളിക്കുന്നു. പത്രക്കാരെ മുഴുവനും വിളിക്കും. മുസ്ലിയാരെ, നിങ്ങൾ കൊടുത്ത കത്ത് അവരെ കയ്യിലുണ്ട്, അവർ വെക്കട്ടെ. ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് നിങ്ങൾ കത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ സിറാജ് പത്രത്തിന്റെ പ്രസിഡന്റ് അവിടെ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ കത്ത് കൊടുക്കും. പേജുകളിലെ കത്തില്ലേ, ഇത് തന്നെ ആ കത്ത് എന്ന് പറഞ്ഞാൽ അസറ്റ് ചെയ്യാൻ നാടകം കളിച്ചില്ലേ. ഹൈദരലി സിയാബ് ഞങ്ങളടുത്ത് പോയിട്ട് ഹൈദരലി സിയാബ് തങ്ങളെയും കൂടി ഒന്ന് കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷം. കാരണം തങ്ങളെ ഞങ്ങൾ പറ്റിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദിനെ, ആ സയ്യിദാണെങ്കിലോ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ നേതാവാ. ആ നേതാവിനെ ഞങ്ങൾ പറ്റിച്ചത്. നിങ്ങൾ ചെറിയ വഞ്ചനയല്ല ചെയ്തത്. അതുകൊണ്ട് പറയട്ടെ, 2 കത്തും വെക്ക്. എന്റെ പത്രക്കാരോട് ചോദിക്ക്, ഞാൻ മുമ്പ് ഇത് തന്നെയല്ലേ തന്നത്. അപ്പൊ പത്രക്കാരന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയൂല കേട്ടോ. കാരണം അതിലും നല്ല ആൺകുട്ടികളുണ്ടാവും ചിലപ്പോ. നമ്മളെ ബുഷിനൊക്കെ എറിഞ്ഞ സൈസില്ലേ, അങ്ങനത്തെ സൈസ് ഉണ്ടാവും ചിലപ്പോ. ബുഷിനെ എറിഞ്ഞ സൈസില്ലേ, അങ്ങനത്തെ ചില സൈസ് ഉണ്ടാവും പത്രക്കാരിൽ. നിങ്ങളെ പോലത്തെ അല്ല. പത്രക്കാരെയും വിളിക്ക്. ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങളെ, ധൈര്യമുണ്ടോ? ഹക്കിനെതിരായ കത്തോ അള്ളാന്റെ റസൂൽ